ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 6ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കിഡ്സ് റൂമിൻ്റെ ക്ലീനിങ്, ഓർഗനൈസിങ് ആൻഡ് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും യൂസ് ചെയ്യുന്ന ടേബിളുകളാണ്. ഇത് രണ്ടും നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇസ യൂസ് ചെയ്യണത് ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. 40 വർഷത്തിൽ മേലെ പഴക്കമുള്ള ടേബിളാണ്. അപ്പോൾ നമ്മളിത് എപ്പോഴും ബ്രൗൺ പെയിൻറ്റ് മാത്രമാണ് അടിക്കാറുള്ളത്, വൈറ്റ് അടിക്കലെന്ന് ഇവർ എപ്പോഴും പറയെങ്കിലും അപ്പോൾ പണ്ട് അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന ടേബിളാണിത്. അപ്പോൾ അത് ബ്രൗൺ കളറായിരുന്നു വർഷങ്ങളായിട്ട്. അത് മരത്തിൻ്റെ പോലെയായിരുന്നു. പിന്നെ ബ്രൗൺ പെയിൻ്റ് അടിച്ചു. ഇവരെത്ര ആഗ്രഹം പറഞ്ഞപ്പോൾ അത് വൈറ്റ് ആക്കി. അപ്പോൾ നമ്മൾ വൈറ്റ് ടേബിൾ ഉപയോഗിക്കുമ്പോൾ വലിയൊരു പ്രശ്നം, അത് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. നമ്മുടെ ഇവിടുത്തെ ഇതിനൊന്നും വൈറ്റ് കളർ അത്ര സൂട്ടബിൾ അല്ല. പുറത്തെ സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ വൈറ്റ് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് എന്താവും, കുറച്ച് കഴിയുമ്പോൾ മഞ്ഞയും ബ്രൗണൊക്കെ ആയി മാറും. അപ്പോൾ നമ്മൾ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് ടേബിളിൻ്റെ അളവിന് കൃത്യമായിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കട്ടിയുള്ള ഷീറ്റിന് മീറ്ററിന് 250 രൂപയാണ് പ്രൈസ് വരണത്. ഇതിൻ്റെ കുറഞ്ഞത് വരുന്നുണ്ട് 100 രൂപയുടെ. പണ്ടൊക്കെ ഞങ്ങൾ അതാ വാങ്ങാറ്. പക്ഷേ അത് കട്ടി കുറഞ്ഞാകുമ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യില്ല. മാത്രമല്ല ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് നല്ല കട്ടി ചെയ്തുകൊണ്ട് വിരിച്ചു കൊടുത്ത് അങ്ങനെ നല്ല നന്നായിട്ട് അങ്ങോട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ ടേബിളിന് നല്ല പ്രൊട്ടക്ഷനാണ്, പെട്ടെന്ന് അഴുക്കൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ 1 മീറ്റർ എടുത്തപ്പോൾ 2 പേരെ ടേബിളുമേക്ക് തികഞ്ഞു. കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ബാക്കിലോട്ട് കുറച്ച് ഇട്ട് വെച്ചു. അപ്പോൾ ഈ രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിൻ്റെ ക്ലീനിങ്ങും മേക്ക് ഓവറൊക്കെ ചെയ്യുകയാണ്. ഞാനപ്പോൾ കേർട്ടൻസും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കൊടുത്തു. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു. ബാക്കിയൊക്കെ അവർ രണ്ടുപേരും തനിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അതിനെ തീരുമാനിക്കുക, അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് റൂമിലെ മാറാല കാര്യങ്ങളൊക്കെ തട്ടി കളയുക, പൊടിയൊക്കെ തുടയ്ക്കുക, പിന്നെ സ്റ്റഡി ഏരിയ ഒതുക്കുക, ബുക്ക് ഷെൽഫ് ഒതുക്കണം, പിന്നെ അവരുടെ ഡ്രസ്സിങ് ഏരിയ, ജ്വല്ലറി, മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒതുക്കി വെക്കുക. ഇതൊക്കെയാണ് ചെയ്യണത്. അതിൽ ഡ്രസ്സുകൾ ഒതുക്കൽ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ വേറൊരു ദിവസം ചെയ്തു മുഴുവനായിട്ടും. കാരണം അത് കുറച്ചധികം സമയം എടുക്കണ പണിയാണ്. അപ്പോൾ അത് ഇന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ടയേർഡാവും. ഇതന്നെ ചെയ്ത് വന്നപ്പോഴേക്കും തന്നെ 2-3 മണിക്കൂർ എടുത്തു. ഇത് മുഴുവൻ ഒതുക്കാനും പിടിക്കാനും പിന്നെ വീഡിയോ പിടിക്കലെല്ലാം കൂടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പണി വേറെ ദിവസം വെച്ച് അതൊക്കെ ഒതുക്കി വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യണ ദിവസം നന്നായിട്ട് തന്നെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് കുറേ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒതുക്കാനൊക്കെ നേരം കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് നല്ല ഡീപ്പായിട്ട് ഒതുക്കി ഒക്കെ സെറ്റാക്കും. അപ്പോൾ ഞങ്ങൾ 3 പേരും ജോലികൾ ഡിവൈഡ് ചെയ്താൽ ചെയ്യണം കേട്ടോ. ബേസയാണെങ്കിൽ ഇവിടെ ദേ ഇരുന്നിട്ട് ഈ കോസ്മെറ്റിക് ഐറ്റംസും ജ്വല്ലറി ഐറ്റംസ്, ഹെയർ ആക്സസറീസ് അങ്ങനത്തെ എല്ലാ കുരു ഐറ്റംസൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമൊക്കെ നന്നായിട്ട് ഒതുക്കി വെച്ചാട്ടോ. കുറേ കഴിയുമ്പോൾ ഇതുപോലെ അലങ്കോലമായിട്ട് വരും. റോസും ആണെങ്കിൽ അവിടെ ജനാലകളെല്ലാം പൊടി തുടയ്ക്കൽ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനവിടെ ഷെൽഫുകളൊക്കെ പൊടി തുടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ കമ്മലുകൾ ചെറിയ സ്റ്റഡൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ടേമോക്കോൾമയാണ് ഇങ്ങനെ കുത്തി വെച്ചിരുന്നത്. അതിനെക്കാട്ടും നല്ലൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പൗച്ച് വാങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഫോമിൻ്റെ കട്ടിയുള്ള ഒരു പീസായിരുന്നു. അപ്പോൾ അതുമ്പോൾ കുത്തി വെച്ചപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. മാത്രമല്ല ടേമോക്കോളുടെ പോലെ പിരിന്ന് പോരണമില്ല. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ട് ഈ സംഭവം കിട്ടുകയാണെങ്കിൽ കളയണ്ട കേട്ടോ. അത് കമ്മൽ കുത്തി വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റഡുകളും നമ്മളത് കുത്തി വെച്ചു. അപ്പം അങ്ങനെ റോസു അടുത്ത ഷെൽഫ് നല്ല ലൈറ്റൊക്കെ പൊടി തുടച്ചെടുക്കുകയാണ്. പ്ലാസ്റ്റിക് ഷെൽഫുകളും അങ്ങനെ കുറേ കഴിയുമ്പോൾ പൊടി ഇങ്ങനെ വരും. വെള്ളയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാ ഐറ്റംസിനും സെപ്പറേറ്റ് ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം ഒതുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വയ്ക്കുന്നത് പിന്നീട് പല ഷെൽഫിലൊക്കെ ആയിട്ട് ഇത് മറിഞ്ഞിങ്ങനെ പൂട്ടും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടി എടുത്ത് ഒതുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയ്ക്കൊക്കെ വെച്ചാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും. കാരണം നമ്മൾ തിരക്കൊക്കെ വരുമ്പോൾ ആരായാലും അലങ്കോലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഈ പ്രാവശ്യം നമുക്കിത് എല്ലാം ഷെൽഫിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാമെന്ന്. സാധാരണ ഞങ്ങളിത് പുറത്താണ് വെച്ചിരുന്നത്. കാരണം അലമാരയുടെ ഉള്ളിൽ എവിടെയും ഇത് വെക്കാനൊരു ഈസി ആയിട്ട് എടുക്കാനും പറ്റുന്ന സ്പേസ് ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഡ്രസ്സൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷെൽഫ് നമുക്ക് എക്സ്ട്രാ ഒരു സ്പേസ് പോലെ ബാക്കി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കന്നതല്ല അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് അലങ്കോലമായാലും ഷെൽഫിൽ ഉള്ളിലാവുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ കുഞ്ഞു ഐറ്റംസ് മുഴുവൻ ഇങ്ങനെ ആ ഒരു ടേബിളും ഇങ്ങനെ കെടുക്കണം കാണുമ്പോൾ തന്നെ എന്തോ പോലെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത സ്പേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാമെന്നുള്ളത്. ഭയങ്കര രസം അത് കാണാനായിട്ട്. കാരണം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പോയി ഇത് കാണും. അതുപോലെ ഒതുക്കി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയായിട്ടിരിക്കുന്ന റൂമിൽ പോയിട്ട് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇവരുടെ റൂം ഇങ്ങനെ അറേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം നല്ല രസമാണ്, പുതിയൊരു റൂമിൽ വന്ന ഫീലാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡ്രസ്സുകളൊക്കെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ചിലതൊക്കെ മാറിക്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു.
ഇത് നമ്മൾ ഹെയർ ബോ ഒക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസറാണ്. ഹെയർ ക്ലിപ്പൊക്കെ വെക്കാൻ നല്ല ഉപകാരമാണ് കേട്ടോ. അത് 2 സൈസിൽ കിട്ടുന്നുണ്ട്. ഓൺലൈനിൽ നിന്നാണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത കാരണം നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവരെടുത്തിട്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ഒതുക്കണം. എന്നാലും വെക്കാനൊരു സ്പേസ് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അത് കഴിഞ്ഞാൽ റൂമിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുത്തെല്ലാം മാറ്റിയിട്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. കാരണം ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് അലങ്കോലമായി അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ 2-3 വട്ടമൊക്കെ ചിലപ്പോൾ അടിക്കേണ്ടി വരും കേട്ടോ. കാരണം ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ അതുമത്തെ പൊടിയൊക്കെ അങ്ങനെ വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ അലമാരകളും ഗ്ലാസ്സൊക്കെ തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ ടൈം ആയപ്പോഴേക്കും അവർക്ക് മടുപ്പായി തുടങ്ങിയിട്ടാണ്. കാരണം പണി നമ്മൾ കൂടുന്തോറും മടുപ്പും കൂടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പിന്നെ പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ പാടി അങ്ങനെ കുറേ ഗെയിമുകളൊക്കെ കളിച്ചിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ബോറടിച്ചിട്ട് ഇട്ടിട്ട് പോകാൻ പാടില്ലല്ലോ. ഇത് എന്തായാലും എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുകയും വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ തുടങ്ങിയാൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ മാക്സിമം തീർക്കണം എന്നാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇത് ചെയ്യാനായിട്ട്. ഇന്ന് നല്ല എനർജി ആണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ ഇത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ തീർക്കണം എന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്യണത്. അങ്ങനെ അവരെ ടേബിളിൻ്റെ ഇടയിൽ ഈ ഒരു ഷെൽഫ് ഞാൻ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. കാരണം ഒരു പാർട്ടീഷൻ പോലെ വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് ടേബിൾ ഇടുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പഠിക്കാതിരിക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ ഉറക്കം വായിക്കും, ഒരാൾക്ക് അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇവിടെ പലപ്പോഴും വഴക്കൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരാളോട് പുറത്ത് പോയി ഇരിക്കാൻ പറയും ആരെങ്കിലും. അപ്പോൾ എഴുതണ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഒരുമിച്ചിരിക്കുക. അല്ലാത്തപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. എന്നാലും നമ്മുടെ സ്റ്റഡി ടേബിൾ നമുക്ക് ഇവിടെ വെക്കാൻ സ്ഥലമുള്ളൂ. അപ്പോൾ നമ്മൾ 2 പേരുടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ കേർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു നെറ്റിൻ്റെ ഇതുപോലത്തെ വൈറ്റ് കേർട്ടനാണ് ഇട്ട് കൊടുക്കണേ. അത്യാവശ്യം നല്ലതായിട്ട് റൂമിലേക്ക് വെളിച്ചം വരികയും ചെയ്യും. വെള്ളയായതുകൊണ്ട് തന്നെ റൂമിന് ചെറിയ റൂമാണ്. അപ്പോൾ വല്ലാണ്ട് ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറേ ഡിസൈനും കളേഴ്സൊക്കെ വല്ലാത്തത് വരുമ്പോൾ റൂമിൽ സ്പേസ് കുറഞ്ഞൊരു ഫീലാണ്. നമ്മുടെ കയ്യിൽ പ്രിൻ്റുള്ള കേർട്ടനൊക്കെ ഉണ്ട്, അതൊക്കെ ഇടാറുണ്ട്. എന്നാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കേർട്ടൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇനി നമ്മുടെ ബുക്ക് ഷെൽഫിൻ്റെ ഉള്ളിൽ അവരുടെ ബുക്സ്, നോട്ട് ബുക്സ് വാങ്ങിയതൊക്കെ നമ്മൾ ചട്ടിയിട്ടിട്ടുണ്ട്. റോസൂന് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. കിട്ടി കഴിയുമ്പോൾ അത് വെക്കണം ചട്ടയൊക്കെ ഇട്ട്. ഇസയുടെ ബുക്സൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൊതിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി ബാക്കി വന്ന കുറച്ച് ബുക്സൊക്കെ നമ്മൾ ഈ ഒരു വലിക്കുന്ന ഈ ഒരു ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷെൽഫിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നില്ല കേട്ടോ. നമ്മൾ പിന്നീട് ഇത് പുതിയത് പിടിപ്പിച്ചതാണ്. അതിന് ഈ ഒരു ബെഡ്ഷീറ്റാണ് നമ്മൾ വിരിക്കുന്നത്. ഇത് പോളി കോട്ടൺ മെറ്റീരിയൽ വരുന്ന, അതായത് പോളിസ്റ്ററും കോട്ടണും മിക്സിംഗ് ആണ്. പക്ഷേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ചൂടെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വൈറ്റുമേ ചെറിയ ചെറിയ ഹാർട്ട്സിൻ്റെ ഡിസൈനാണ്, പിങ്ക് ഹാർട്ട്സ്. നല്ല ഭംഗിയുണ്ട് ബെഡ്ഷീറ്റ് കേട്ടോ. ഈ മോഡൽ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അത് വാങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക്സ്, അതായത് ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സൊക്കെ നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ പ്രൊഡക്റ്റ് ലിങ്ക്സ് കൊടുക്കാം. ഇനി നമ്മൾ ക്യൂട്ടായിട്ടുള്ള 2 കുഷ്യൻസിൻ്റെ സെറ്റ് വെക്കുകയാണ് കേട്ടോ. ഒരു മൂണിൻ്റെ ഡിസൈനും ഇങ്ങനെ ഒരു റൗണ്ട് ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള കുഷ്യൻസ്. ഇതിൻ്റെ തന്നെ 3 എണ്ണം വരുന്ന സെറ്റ് വരുന്നുണ്ട്, ചെറുത്. അതും നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. അതാണ് സാധാരണ ഇവരുടെ റൂമിൽ വെക്കാറത്. അപ്പോൾ എപ്പോഴും വെക്കുന്ന കാരണം ഞാൻ എൻ്റെ റൂമിൽ വെക്കുന്ന ഈ ഒരു കുഷ്യനാണ് ഈ പ്രാവശ്യം വെച്ചത്. അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. പിന്നെ ബ്ലാങ്കറ്റ് ഇതെല്ലാം പഴയത് തന്നെയാട്ടോ, ഒന്നും പുതിയതല്ല ഇതിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ഒരു മാറ്റ് നമ്മൾ പിങ്ക് കളറിന് മാച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബെഡും എല്ലാം സെറ്റായി. ബെഡ് സൈഡ് ടേബിളിൽ ഈ ഒരു പ്ലാന്റിൻ്റെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ, അതവിടെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവരുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ട് ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ 2 ചാർട്ട് പേപ്പർ 2 പേരുടെയും ഒരു വാളിൻ്റെ അവിടെ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഇതുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തോ പടങ്ങളൊക്കെ ഒട്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ ചാർട്ടും ഒട്ടിച്ചോളം വേണ്ടിയിട്ട് ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈസ ആദ്യം സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്യാൻ പോവാണ്. സ്റ്റഡി ടേബിളൊക്കെ നന്നായിട്ടൊക്കെ തുടച്ച് എല്ലാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഐറ്റംസൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈസ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞു ഇതുപോലത്തെ പിക്ചേഴ്സ് വരച്ചിട്ട് വോളിൽ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ പീസ് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കോട്ട്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട വാചകങ്ങളോ പിക്ചേഴ്സോ സ്റ്റിക്കേഴ്സോ ഒക്കെ ഒട്ടിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ചെറിയ പീസ് പേപ്പറുകൾ കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പടങ്ങൾ ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കളർ തീം എടുക്കാവും നല്ലത്. ഇപ്പോൾ ഒരു പിങ്ക് എടുക്കുകയാണെങ്കിൽ പിങ്ക് റോസ് ആ തീം, അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ അങ്ങനെ ഷെയ്ഡുകൾ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പം നമ്മൾ ഒരു 6-7 എണ്ണമാണ് വരച്ചിട്ടുള്ളൂ. അതിനെക്കാട്ടും കൂടുതലൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നിറച്ച് വോളിൽ ഒട്ടിച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയധികം നമ്മൾ വെക്കുന്നില്ല, നമ്മൾ കുറച്ച് മാത്രം പേരിന് വെക്കണമെന്ന് മാത്രം. പിന്നെ ചില പേപ്പേഴ്സിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് നമ്മൾ എഴുതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ പല രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ കാണും, അല്ലെങ്കിൽ പലരുടെ വീടുകളിലെയും അല്ലെങ്കിൽ സ്റ്റഡി റൂമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നിട്ട് അതുപോലെയൊക്കെ വേണമെന്ന്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം തോന്നും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് നോക്കുക.
ഞാൻ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് റൂം മേക്ക് ഓവേഴ്സ് വീഡിയോസ് ഒന്നും അങ്ങനെ അധികം മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും ഫോറിനേഴ്സിൻ്റെ ഒക്കെ ചാനലുകളാണ്. അതിലൊക്കെ റൂമുകൾ കണ്ടാൽ നമുക്ക് നല്ല രസം തോന്നും. അതുപോലെ ഐറ്റംസ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല. നമ്മുടെ കയ്യിലെ സാധാരണ ഐറ്റംസ് വെച്ചിട്ട് പക്ഷെ അത് വെച്ച് ചെയ്ത് നമുക്ക് പറ്റുന്ന പോലെ ഭംഗിയാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ വരുന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ ചാനലിൽ വീഡിയോസ് കാണില്ലേ? ഇപ്പോഴും കാണുന്നില്ലേ? ഇപ്പോഴും ഒരുപാട് മോഡൽ വീടുകളും ഡിസൈനുകളും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകണത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ആദ്യം നിങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക. നമുക്കൊരു ടൈം വരുന്നേ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം മേടിച്ച് നിങ്ങൾ വിചാരിച്ച ടൈപ്പ് ഒരു പിൻട്രസ്റ്റ് റൂമൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് കുറച്ചത് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞങ്ങൾ ടേബിൾമ ഐറ്റംസ് വെച്ചപ്പോൾ ഒരു കലണ്ടർ കണ്ടില്ലേ, ഒരു ക്യൂബ് ടൈപ്പ് കലണ്ടർ, പേപ്പർ കൊണ്ടുള്ളതാണത്. ഇതിൻ്റെ തന്നെ മരത്തിൻ്റെ എൻ്റെ കിച്ചണിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതേപോലെ ടൈപ്പിലൊരു പേപ്പറിൻ്റെ കലണ്ടറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കാരണം ക്യൂബ് ഉണ്ടാക്കുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെയുള്ള സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കണം. സൈഡുകളും കുറച്ച് സ്പേസ് വിടണം ഒട്ടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ക്യൂബാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്യൂബിൽ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ക്യൂബിൽ നമ്മൾ 0 to 5 വരെയുള്ള നമ്പേഴ്സാണ് എഴുതി കൊടുക്കുന്നത്. പിന്നത്തെ ക്യൂബിലാണ് നമ്മൾ ബാക്കി നമ്പേഴ്സ് എഴുതുന്നത്. അപ്പോൾ കലണ്ടറിൽ നമ്മൾ ഡേറ്റുകൾ മാറ്റുന്ന പോലെ ഈ ക്യൂബ് ഉപയോഗിച്ചിട്ട് ഡേറ്റ് മാറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ മോഡൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മീഷോയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മരത്തിൻ്റെ മോഡൽ അത് ഏകദേശം ഒരു 150 രൂപയിൽ താഴെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ അതൊക്കെ നമുക്ക് വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്ഷമയോടുകൂടി സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവ് ഞാൻ കൃത്യം പറയാത്ത കാരണമാണ് ഞാൻ പറഞ്ഞത്. വേറെ ഏതെങ്കിലും ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോസിൽ നോക്കിയാൽ കുറച്ചുകൂടി അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ദേ നമ്മൾ ഒരു ക്യൂബിൽ ദേ ഈ നമ്പേഴ്സൊക്കെ എഴുതിയെടുത്തു. മറ്റേ ക്യൂബിൽ നമ്മൾ 0 to ബാക്കിയുള്ള നമ്പറുകളെല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 9ഉം 6ഉം ഒരേ നമ്പർ തന്നെ നമ്മൾ തിരിച്ചിട്ടാണ് വെക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കി നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ദിവസവും മാസവും എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിലുള്ള ബോക്സുകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് അതിലും നമ്മളെല്ലാം എഴുതിയെടുത്തു. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഒരു 45 മിനിറ്റ് സമയം എടുത്തു. കാരണം ഇതെല്ലാം നോക്കി ഇതിൻ്റെ അളവൊക്കെ വരച്ച് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു. നമ്മൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഈസി ചെയ്യാൻ തോന്നി. പക്ഷെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ, നല്ല ക്ഷമയുണ്ട്. അപ്പോൾ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്തോളും. എനിക്ക് പൊതുവേ ഇത്രയൊന്നും ക്ഷമയില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ. എന്നാലും എന്താ പറയുക, കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഇനി എന്തായാലും ഈ ഐറ്റംസ് എല്ലാം വെക്കാനായിട്ട് വേറൊരു ബോക്സ് വേണം. അത് 3 സൈഡുള്ള ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബോക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ ഈ ദിവസവും മാസവും എഴുതിയിട്ടുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ 2 ക്യൂബും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ സിമ്പിൾ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ക്യൂട്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിങ്ക് കളർ തീം എടുത്തോണ്ടാണ് പിങ്ക് കളറിലുള്ള കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ ദിവസം വന്നിട്ട് ഈ കലണ്ടറിൽ ഡേറ്റ് മാറ്റാൻ, ദിവസം മാറ്റാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കിച്ചണിൽ ഞാൻ വെച്ചിരിക്കുന്നതിൽ എപ്പോഴും ഞാനിങ്ങനെ മാറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇസയും ഇതുപോലെ റൂമിലിരുന്നതൊക്കെ മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഈസി ഐഡിയ ആണ് ബുക്കിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ബുക്ക് മാർക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പീസ് കാർഡ്ബോർഡിലായാലും ചെയ്യാം, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ചെയ്യാം. ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് എന്തെങ്കിലും പിക്ചേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഇതുപോലെയൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മുടെ ബുക്ക് ഷെൽഫിൻ്റെ അവിടെ വെക്കുക. അപ്പോൾ നമുക്ക് ബുക്സൊക്കെ വായിക്കുന്ന സമയത്ത് ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്തൊക്കെ അടയാളം വെക്കാനായിട്ട് ബുക്ക് മാർക്കുകൾ യൂസ് ചെയ്യാം. അപ്പോൾ അതും നമ്മുടെ തീമിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സ്റ്റഡി ടേബിളുമ്പോൾ വെക്കാൻ പറ്റുന്നത് നമ്മുടെ ഡയറിയുമേ നമ്മൾ ഇതേപോലെ പിങ്ക് തീമാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പിങ്ക് കളർ എന്തെങ്കിലും പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. അതുപോലെ വരച്ച് കളർ ചെയ്തും ബുക്ക് മാർക്സ് ഒക്കെ വെച്ച് നമുക്ക് ബുക്കിൻ്റെ ഉള്ളിലും വെക്കാം. അപ്പം നമ്മൾ എന്ത് തീമാണ് എടുക്കുന്നത് ആ ഒരു കളർ അനുസരിച്ചുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ടേബിളുമ്പോൾ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ആയി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഐഡിയാസ് നോക്കി ചെയ്യാം. അപ്പോൾ ഈ 2 ബുക്ക് മാർക്കും നമ്മൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇസയുടെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ കഴിഞ്ഞു. ഇനി നമ്മുടെ റോസുവിൻ്റെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ നമുക്ക് നോക്കാം. അപ്പോൾ റോസു ആണെങ്കിൽ അവൾ സ്റ്റഡി ടേബിളിനെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചു. അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പടം അവൾ തന്നെയാണ് വരച്ചത്. പിന്നെ ഒരു കലണ്ടർ അവൾ വരച്ചിട്ടുണ്ടായിരുന്നു, അതാണ് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവൾ എടുത്തിട്ടുണ്ടായിരുന്ന തീം കാപ്പിബാറ എന്ന് പറഞ്ഞിട്ടുള്ള തീമായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെയാണ് അവൾ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കറിയുന്ന സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ഇതുപോലെ വരച്ച് സ്കെച്ച് കൊണ്ടൊക്കെ കളർ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ അവൾ ആദ്യം വരച്ചത് ബോബ ടീയുടെ പിക്ചറായിരുന്നു. അപ്പോൾ അത് വരച്ച് ആ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പേപ്പറിൽ ഈ വരച്ച പിക്ചർ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സിമ്പിൾ കലണ്ടറാണ്. ഇത് ജസ്റ്റ് പേപ്പറിൽ നമ്മളിങ്ങനെ ആ ഒരു ജൂൺ മാസത്തെ കലണ്ടർ വരച്ച് ഡേറ്റ്സും ദിവസവും എല്ലാം എഴുതി നമ്മൾ വെച്ചു. അതിൽ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സും കൂടിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിത് എല്ലാ മാസവും ഇതുപോലെ ഓരോ കലണ്ടർ പേപ്പറിൽ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിലും കലണ്ടർ വെക്കാം. അപ്പോൾ അതൊരു കുഞ്ഞ് വുഡൻ ബ്ലോക്കിൽ ഇങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും വായിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ ഉള്ള ഒരു കാർഡിൻ്റെ സെറ്റ് ഉണ്ട് അവളുടെ കയ്യിൽ. അത് അവിടെ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെൻ സ്റ്റാൻഡ്, അത് പെൻ ഹോൾഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോർഡ് അതവിടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഈ ഒരു ലാമ്പും കൂടി വെക്കുന്നുണ്ട്. പിന്നെ അവൾ വരച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു വേറെ, അതും കൂടിയിട്ട് നമ്മൾ വാളിൽ അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ പീസ് പേപ്പറിൽ ഇതുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും പടങ്ങൾ നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന തീം വെച്ചിട്ടൊക്കെ വരച്ച് കുറച്ചധികം വരച്ചൊട്ടിച്ചാൽ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇങ്ങനത്തെ പടങ്ങൾ മാത്രമായിട്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങാനും കിട്ടുന്നുണ്ട്. ഇഷ്ടമുള്ള കളേഴ്സിൽ പല പല ഡിസൈനിൽ. പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടായാലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ വെക്കാം. പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ റോസൂൻ്റെയും സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയി. അവളുടെ പ്ലാനറും കൂടി അവിടെ സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഫെയറി ലൈറ്റ്സ് നമുക്ക് ഹാങ് ചെയ്യാം. എനിക്കിങ്ങനെ കറണ്ടിൽ കുത്തിയിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ റൂമിൻ്റെ അകത്ത് വെക്കുന്നത് അത്രയും ഇഷ്ടമില്ല. ബാറ്ററി ലൈറ്റ്സ് വെക്കാം. അങ്ങനെ നമ്മുടെ റൂം മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, കാരണം സിമ്പിളാണ്, കാണാൻ നല്ല രസമുണ്ട്. അത് നമ്മുടെ റൂമിന് പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റ് അത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവർ വീഡിയോ വളരെ സിമ്പിളായിട്ടും എന്നാൽ നമ്മൾ നല്ല രീതിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ റൂമൊക്കെ നല്ല ക്ലീനാക്കി ഓർഗനൈസൊക്കെ ചെയ്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ടാക്കി മേക്ക് ഓവർ ചെയ്യണം. അത് കഴിഞ്ഞ് കമൻസിൽ വന്ന് പറയണം ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ ചെയ്തു എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.